എൻ്റെ സംഭാഷണ വിഷയം സ്നേഹമാണ്. ഞാൻ ആലോചിക്കാനുള്ള കാരണം, എന്തുകൊണ്ടാണ് കേരളീയ സമൂഹത്തിൽ ഇന്ന് നമുക്ക് സങ്കല്പിക്കാൻ ആവാത്ത അളവിൽ ഹിംസയും നിർവികാരതയും സ്ത്രീവിരുദ്ധതയും മുഴുത്തിരിക്കുന്നത് എന്ന ചോദ്യത്തിൽ നിന്നാണ് ഞാൻ ഈ വിഷയത്തിൽ എത്തിയത്. നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ഞാൻ അടക്കമുള്ള മലയാളികളുടെ സാമൂഹ്യ ജീവിതം, രാഷ്ട്രീയ ജീവിതം, സാഹിത്യ പാരമ്പര്യം, സാംസ്കാരിക പാരമ്പര്യം നിർഭാഗ്യവശാൽ സ്നേഹം വളരെ കുറഞ്ഞ ഒന്നാണ്. നമുക്ക് ഉള്ള ഒരു പേര് പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ഭൂമിയിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ടാണ് കേരളത്തെ പരശുരാമ ക്ഷേത്രം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കഥ നിസ്നേഹതയുടെ, സ്നേഹശൂന്യതയുടെ, കാരുണ്യമില്ലായ്മയുടെ ഇതിഹാസമാണ്. പിതാവ് ജമദഗ്നി ഒരു സംശയത്തിൻ്റെ പുറത്ത് അമ്മയുടെ തല വെട്ടാൻ പറഞ്ഞപ്പോൾ എപ്പോഴും കയ്യിലുള്ള പരശു എന്ന് പറഞ്ഞാൽ വെൺമഴു, അതുകൊണ്ട് ഒരു മിനിറ്റ് കളയാതെ അമ്മയുടെ തല വെട്ടിക്കളയാൻ കഴിയുന്ന ഒരാളാണ് പരശുരാമൻ. അപ്പോൾ ഇന്ന് നമ്മളൊക്കെ മൊബൈൽ കൊണ്ട് നടക്കും പോലെ അദ്ദേഹം ഒരു വെൺമഴുവും ആയിട്ട് നടക്കുന്നു. അദ്ദേഹമാണ് പിതൃഘാതത്തിൻ്റെ പേരിൽ 22 വട്ടം ഭൂമി മുഴുവൻ പ്രദക്ഷിണം ചെയ്ത് ക്ഷത്രിയ സംഹാരം നടത്തിയത്. നമ്മുടെ പാരമ്പര്യത്തിലൊരു പ്രശ്നം ഈ വൈരത്തിൻ്റെയും നിസ്നേഹതയുടെയും ഹിംസയുടേതുമാണ് എന്നതിൻ്റെ ഒരു സൂചകമായിട്ടാണ് ഞാനത് കാണുന്നത്. നമ്മുടെ നാടൻ പാട്ടുകളിലും ഐതിഹ്യങ്ങളിലും കഥകളിലും കടങ്കഥകളിലും ഒക്കെ ഏറ്റവും കുറഞ്ഞു കാണുന്ന സാധനം സ്നേഹമാണ്. വടക്കൻ പാട്ടിലോ തെക്കൻ പാട്ടിലോ മറ്റു നാടൻ പാട്ടുകളിലോ ഒന്നും ആ തരത്തിലുള്ള ഒരു കഥ നമ്മൾ കാണുന്നില്ല. ഉണ്ണിയാർച്ച എന്നൊരു സുന്ദരി, ഒരു വീരശൂര പരാക്രമി നമുക്ക് പരിചയമുണ്ട്. അതുപോലെ തച്ചോളി യോധേനൻ, അങ്ങനെ ഒരുപടി പരാക്രമികൾ, വീരന്മാർ, വീരവനിതകൾ ഒക്കെ ഉണ്ട്. സ്നേഹത്തിന് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കഥകൾ നമുക്ക് നമ്മുടേതായിട്ട് ഇല്ല. അത്തരം ഒരു കഥ 17-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിലും 18-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലും ജീവിച്ച ഉണ്ണായി വാര്യർ എഴുതുന്നുണ്ട്. അതാണ് നമ്മുടെ പ്രസിദ്ധമായ നളചരിതം അട്ടക്കഥ. ആ കഥയാണെങ്കിൽ സ്വന്തമായി രചിച്ച കഥയല്ല, മഹാഭാരതത്തിൽ നിന്ന് പുനരാഖ്യാനം നടത്തിയതാണ്. അഖിലലോക പ്രസിദ്ധമായ അഭിജ്ഞാന ശാകുന്തത്തിൻ്റെ പരിഭാഷ കേരളോർമ്മ ഒരുപോയി തമ്പുരാൻ നിർവഹിക്കുന്നത് 1883 മാത്രമാണ്, 19-ാം നൂറ്റാണ്ടിൽ. അപ്പം നിങ്ങൾക്ക് കേട്ടാൽ തമാശ തോന്നും. മലബാറിലെ പ്രസിദ്ധമായ മാപ്പിളപ്പാട്ട് പാരമ്പര്യത്തിൽ അങ്ങനെ ഒരു കവി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മോയിൻകുട്ടി വൈദ്യർ എന്നാണ്. അദ്ദേഹം 1852 ജനിച്ചു, 1892 മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ യൗവനകാലത്ത് അദ്ദേഹം ഒരു വലിയ പോക്രിത്തരം കാണിച്ചു. അദ്ദേഹം ഒരു പ്രണയകാവ്യം എഴുതി. എന്ത് സംഭവിച്ചെന്നറിയാം? കൊണ്ടോട്ടിയിലെ പള്ളിയിൽ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി കാരണവന്മാരും മതപണ്ഡിതന്മാരും നാട്ടുമുഖ്യസ്ഥന്മാരും അദ്ദേഹത്തെ വിചാരണ ചെയ്തു. ഈ 20 വയസ്സുള്ള കുട്ടി പൊട്ടിക്കരഞ്ഞ് മാപ്പ് പറഞ്ഞു. കാരണം ആദ്യമായിട്ടാണ് മാപ്പിളപ്പാട്ടിൽ പ്രണയം ഇതിവൃത്തമായിട്ട് ഒരു കാവ്യം വരുന്നത്. അത് 1872 അത് സ്വന്തം കഥയല്ല, അത് ഉറുദുവിൽ നിന്ന് കഥ സിഹറുൽ ബയാൻ എന്നുള്ള ഒരു രചനയിലെ കഥ സ്വീകരിച്ച് എഴുതിയതാണ് അദ്ദേഹം. പക്ഷേ കാവ്യം പിൻവലിച്ചില്ല. ആ കാവ്യം ഇപ്പോഴും നാട്ടിൽ കിട്ടാനുണ്ട്. അതും കഴിഞ്ഞ് 40 കൊല്ലം കഴിഞ്ഞാണ് കുമാരനാശാൻ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ശ്രദ്ധേയമായ കാവ്യം പ്രസിദ്ധീകരിക്കുന്നത്, നളിനി. നളിനി എന്നെഴുതിയിട്ട് അദ്ദേഹം അതിൻ്റെ ബ്രാക്കറ്റിൽ അഥവാ ഒരു സ്നേഹം എന്നുകൂടി എഴുതി. എനിക്ക് തോന്നുന്നത് മലയാളികൾക്ക് മനസ്സിലാവാതെ പോകും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. കാരണം സ്നേഹത്തിന് വേണ്ടി ജീവിക്കുക, അതിനുവേണ്ടി മരിക്കുക, അതിനുവേണ്ടി ജീവിതം എല്ലാ അർത്ഥത്തിലും ഹോമിക്കുക എന്നുള്ളത് മലയാളിക്ക് മനസ്സിലാകാൻ വളരെ പ്രയാസമാണ്. പിന്നെ നമ്മുടെ ഗദ്യകഥയിലേക്ക് വന്നാൽ ചന്തുമേനോൻ ഒരു പ്രണയകഥ എഴുതുന്നു, ഇന്ദുലേഖ. അതിൽ പ്രേമിക്കുന്നത് മൊറച്ചെറുക്കനെയാണ്, അല്ലെങ്കിൽ മാധവൻ പ്രേമിക്കുന്നത് മൊറപ്പെണ്ണിനെയാണ്. ഇങ്ങനെയൊക്കെ അല്ലാതെ ജാതിയും മതവും ഭാഷയും മറ്റു കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത പ്രണയം എന്നൊരു സംഗതി വരുന്നത് ബഷീറും ഉറൂബൊക്കെ വരുമ്പോഴാണ്. 1939 ബഷീർ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അപ്രസിദ്ധമായ നോവൽ എഴുതുന്നത്, ജീവിത നിഴൽപ്പാടുകൾ. നവജീവൻ വാരികയിൽ ഖണ്ഡശ വന്നൊരു നോവലത്. തീരെ നന്നായിട്ടില്ല എന്ന് ഉറപ്പ് തന്നെയാണ്. അതിനകത്ത് മുഹമ്മദ് അബ്ബാസ് എന്നൊരു ചെറുപ്പക്കാരൻ വസന്തകുമാരി എന്നൊരു പെണ്ണിനെ പ്രേമിക്കുന്നു. ആദ്യം അവളാ പ്രേമിക്കുന്നത്. പക്ഷെ ഒരു വലിയ അപകടം എന്ന് വെച്ചാൽ
അവൾ തൊഴിൽ കൊണ്ടൊരു വേശ്യയാണ്. അതാരും അങ്ങനെ ശ്രദ്ധിച്ചില്ല. ആ പുസ്തകം വന്നത് 1954 മാത്രം. പക്ഷെ 1943 ബഷീറിൻ്റെ പ്രേമലേഖനം എന്നുള്ള പ്രസിദ്ധമായ കൃതി വന്നപ്പോൾ അത് തിരുവിതാംകൂർ ഗവൺമെൻറ് സർ സി പി രാമസ്വാമി അയ്യരാണ് ദിവാൻ, അത് നിരോധിച്ചു. എന്താ കാരണം? അതിൽ കേട്ടോ, ജീവിതം യൗവന തീഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായ ഈ അസുലഭ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. ഞാൻ ആ പുസ്തകം ആദ്യം കാണുന്നത് പ്രീതിക്ക് പഠിക്കുമ്പോഴാണ്. അത് കിട്ടിയപ്പോൾ ഒറ്റ ഇരിപ്പിൽ ഞാൻ 5 വട്ടം വായിച്ചു. അതിൽ പല ഭാഗവും എനിക്ക് കാണാപ്പാടമായി. എനിക്ക് മാത്രമല്ല, ഞങ്ങൾ സിനിമാ പാട്ടോ കവിതയൊക്കെ ചൊല്ലി നടക്കും പോലെ ഞങ്ങളൊക്കെ അതിലെ പല വരികളും പല സംഭാഷണങ്ങളും പറഞ്ഞു നടന്നരുത്. അത് പക്ഷേ നിരോധിച്ചു. 5 കൊല്ലം കഴിഞ്ഞിട്ട് സർ സി പിയുടെ കാര്യം കഴിച്ചിട്ടാണ് അതിൻ്റെ നിരോധനം നീങ്ങുന്നത്. എന്താ നിരോധിക്കാൻ കാരണം? ഒരു ക്രിസ്ത്യാനി പെണ്ണ് നായർ യുവാവിൻ്റെ കൂടെ ജീവിക്കുക, അതിൽ കല്യാണം എന്നൊരു ഏർപ്പാട് അതിനകത്ത് പറഞ്ഞില്ല കേട്ടോ. ഇന്നാണെങ്കിൽ നമുക്കതിന് വാക്കറിയാം. എന്താ അത്? ലിവിങ് ടുഗദർ. അത് കേശവൻ നായർ സ്ഥലം മാറ്റം കിട്ടി പോകുമ്പോൾ സാറാമ്മ അദ്ദേഹത്തിൻ്റെ കൂടെ പോവാണ്. നേരത്തെ സാറാമ്മയ്ക്കൊരു ജോലി വേണം എന്ന് പറഞ്ഞപ്പോൾ സാറാമ്മ ചിറ്റമ്മയുടെ പല ദുരിതങ്ങളും വേറുന്നൊരു പെണ്ണാണ്, അവൾക്കൊരു ജോലി വേണം എന്ന് പറഞ്ഞപ്പോൾ കേശവൻ നായർ വളരെ ആലോചിച്ചിട്ട് പറഞ്ഞു, സുന്ദരികളായ യുവതികൾക്ക് ആകെ ഒരു ജോലിയെ പറഞ്ഞിട്ടുള്ളൂ. എന്താ അത് പ്രേമിക്കുക എന്നുള്ളതാണ്. സാറാമ്മ ചോദിച്ചു, ആരെ പ്രേമിക്കണം? എന്നെ പ്രേമിച്ചോളൂ. ശരി, പ്രേമിക്കാം. എന്ത് ശമ്പളം തരും? അപ്പോൾ അന്നത്തെ കാലമാണ് 20 രൂപ, വലിയ ശമ്പളം. ശരി എന്ന് സമ്മതിച്ചു. സാറാമ്മ പിന്നെ സംശയം ചോദിക്കേണ്ടത്, നിങ്ങൾക്ക് ബാങ്കിലാണ് ജോലി, ബാങ്കിൽ ജോലി 8 മണിക്കൂറാണ്. ഇത് പ്രേമിക്കുന്ന പണി എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ്. മാത്രമല്ല, ഇതിൻ്റെ ഇടയ്ക്ക് കേശവൻ നായർ ഡിം ആയി പോയാൽ ഈ പൈസ ആര് തരും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സാറാമ്മയ്ക്ക് കലശലായ മോഹം, കേശവൻ നായർക്ക് കലശലായ മോഹം വന്നു, ഒന്ന് ചുംബിക്കണം എന്ന് പറഞ്ഞു. സാറാമ്മ പറഞ്ഞു, 10 അടി വിട്ട് നിൽക്ക്, എന്താ കരാറുള്ളത് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ വളരെ തമാശയുള്ളൊരു പുസ്തകം. ഉറൂബ് വന്നപ്പോൾ കാര്യം മാറി. ഉമ്മാച്ചു ചിന്നമ്മൂനെ അബ്ദു കല്യാണം കഴിക്കും. ഉറൂബിനൊരു ബേജാറില്ല. കാരണം കേരളത്തിൽ സാധാരണഗതിയിൽ പ്രേമിച്ചാൽ മിക്കവാറും അവർ കല്യാണം കഴിക്കുന്നത് വളരെ പ്രയാസമാണ്. കല്യാണം കഴിഞ്ഞാൽ തന്നെ സമ്മർദ്ദം കൊണ്ട് അവർ നഞ്ഞു കുടിച്ച് മരിക്കുകയോ കുളത്തിൽ ചാടുകയോ കടലിൽ ചാടുകയോ ഒക്കെ വേണ്ടി വരും. അങ്ങനെയാണ് നമ്മുടെ കഥകളൊക്കെ. വല്ലവരുമല്ല, MT വാസുദേവൻ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവല് പാതിരാവും പകൽ വിളിച്ചു, അതിനകത്ത് കഥ എഴുതിയപ്പോൾ പാത്തുമ്മയെ ഗോപി പ്രേമിച്ചിട്ട് ഒരു കുഞ്ഞുണ്ടായി എന്നല്ലാതെ കല്യാണം കഴിച്ചിട്ടില്ല. അതിൻ്റെ അവസാനത്തിൽ അതിലുണ്ടായ മകൻ മൊയ്തീൻ യുവാവായപ്പോൾ ഗോപി തെരഞ്ഞു വരുന്നുണ്ട്. അപ്പം മൊയ്തീൻ ചൂട്ട് കെട്ടിക്കൊടുത്ത് പറഞ്ഞു വിടുകയാണ്. ഉറൂബിൻ്റെ SK പൊറ്റക്കാടിൻ്റെ മൂടുപടം, അതിൽ അപ്പുക്കുട്ടനും ആമനക്കുട്ടിയും പ്രേമിച്ചിട്ട് അവരാ പ്രേമം തുറന്നു പറയാൻ പറ്റാതെ അവർ 2 വഴിക്ക് തിരിഞ്ഞു പോവാണ്. ഒന്നും വേണ്ട, നമ്മുടെ ഏറ്റവും പ്രസിദ്ധമായ പ്രണയകഥ ചെമ്മീൻ നോവൽ എന്നുള്ള നിലയ്ക്കും സിനിമ എന്നുള്ള നിലയ്ക്കും കേരളത്തിനകത്തും പുറത്തും മാത്രമല്ല, കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെ വന്ന മനോഹരമായ പുസ്തകം. അതിനകത്ത് എന്താ കഥ? കർത്തമ്മയും പരീക്കുട്ടിയും തമ്മിൽ പ്രണയമാണ്, പക്ഷേ അത് അവസാനിച്ചത് അവരുടെ ആത്മഹത്യയിലാണ്. അപ്പോൾ പ്രണയത്തിൻ്റെ ശമ്പളം മരണമാണ് എന്നാണ് മലയാളിയുടെ ഒരു തത്വം. എന്താ സംഗതി? നമ്മൾ സമ്മതിക്കില്ല, നമുക്കത് സമ്മതിക്കുന്ന പണിയില്ല, നമ്മളത് അംഗീകരിക്കുകയില്ല. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വിപ്ലവം 1917 നമ്മുടെ നവോത്ഥാന പ്രവർത്തകരിൽ പ്രധാനിയായ സഹോദരൻ അയ്യപ്പൻ മിശ്ര ഭോജനത്തിൻ്റെ കൂടെ മിശ്ര വിവാഹം എന്നൊരു ആശയം കൊണ്ടുവരിക. 1917 100 കൊല്ലം കഴിഞ്ഞു. അതിനെ അംഗീകരിക്കും നാരായണ ഗുരു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഗാന്ധി അതിനെ അംഗീകരിക്കും. പക്ഷേ നമ്മുടെ ഇപ്പോൾ 10,000-കണക്കിന് കല്യാണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും കേരളീയ മനസ്സത് പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കഴിഞ്ഞ 25 കൊല്ലമായി ഒരു പുതിയ ഏർപ്പാട് കേരളത്തിലുണ്ട്. എന്താ വെച്ചാൽ, നേരത്തെ പ്രണയം ഉള്ളവരോ അത് കഴിഞ്ഞ് കല്യാണം കഴിക്കുന്നവരോ ഒക്കെ സാമൂഹ്യ സമ്മർദ്ദം സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്യുകയോ നാട് വിട്ടുപോവുകയൊക്കെ ചെയ്യുന്നതിന് പകരം ഇപ്പം അവരുടെ സ്വന്തക്കാർ തന്നെ അവരെ കൊന്നുകളയാം. അതിനൊരു വാക്കുണ്ട്, ഓണർ കില്ലിങ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. ഇപ്പോൾ മലയാള പരിഭാഷ വന്നു. ഇപ്പോൾ എന്താ? ദുരഭിമാന കൊല. പണ്ട് കേട്ടിട്ടില്ല.
ഞങ്ങളൊക്കെ കോളേജ് പഠിക്കുന്ന കാലത്ത് പാകിസ്ഥാനിൽ അങ്ങനെ ഉണ്ടായി, അല്ലെ രാജസ്ഥാനിൽ ഇങ്ങനെ ഉണ്ടായി, യു പിയിൽ ഇങ്ങനെ ഉണ്ടായി, കേരളത്തിൽ കേട്ടിരുന്നില്ല. ഇപ്പോൾ ഒരു 10 കൊല്ലം മുമ്പ് എൻ്റെ നാട്ടിൽ എൻ്റെ വീട്ടിൽ നിന്ന് 5 കിലോമീറ്റർ അപ്പുറമുള്ളൊരു പെൺകുട്ടി, അവൾ ഈഴകൊലത്ത് പറഞ്ഞ, അവൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളെ പ്രേമിച്ചു. അയാൾ പഠിച്ച ആളാണ്, പട്ടാളത്തിൽ ജോലിയുള്ള ആളാണ്. കല്യാണം നിശ്ചയിച്ചു. കല്യാണത്തിന് തലേന്ന് അവളുടെ അച്ഛൻ ചായപ്പിടിയെന്ന് ആരോ പരിഹസിച്ചപ്പോൾ വന്നിട്ട് മകളെ കുത്തിക്കൊന്നു. ഇതിപ്പോൾ ഒരു സാധാരണ കാര്യമാണ്. അങ്ങനെ അനവധി കേസുകളുണ്ട്. എന്താണ് ഇതിൻ്റെ സംഗതി എന്ന് പറഞ്ഞാൽ നമുക്കിത് മനസ്സിലാവുന്നില്ല. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന സ്വാതന്ത്ര്യം, ഇതിൻ്റെ സന്തോഷം, ഇതൊന്നും മലയാളികൾക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഈ കുമാരനാശാൻ്റെയോ ഉറൂവിൻ്റെയോ ബഷീറിൻ്റെയോ ഒക്കെ കൃതികളിൽ നമുക്കിത് കാണുമ്പോൾ വളരെ കൃത്യമായിട്ട് അതിനോട് നമുക്ക് സമരസപ്പെടാൻ സാധിക്കാത്തത്. പിന്നെ എനിക്ക് തോന്നുന്നത് സ്നേഹം അധികം ആളുകൾക്ക് മനസ്സിലാവുന്ന ഒരു ചരക്കല്ല. വളരെ ബുദ്ധിമുട്ടാണ് അത് മനസ്സിലാക്കാൻ. എന്താ കാരണം വെച്ചാൽ എല്ലാവർക്കും സ്നേഹം വേണം, തർക്കമല്ല. സ്നേഹം കിട്ടണമെന്ന് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ വലിയ ബുദ്ധിമുട്ട് സ്നേഹം കൊടുക്കാൻ ആളുകൾക്ക് പ്രയാസമാണ്. എന്താ കാരണം ലളിതമാണ്. സ്നേഹം എപ്പോഴും ആവശ്യപ്പെടുന്നത് ത്യാഗമാണ്. വേറെ ഒരാൾക്ക് വേണ്ടി മാനസികമായോ ശാരീരികമായോ സാമ്പത്തികമായോ ഒക്കെ കഷ്ടനഷ്ടങ്ങൾ ഏറ്റുവാങ്ങാനുള്ള സന്നദ്ധതയ്ക്കാണ് സ്നേഹം എന്ന് പറയുക. അപ്പം അത് തനിക്ക് വേണ്ടി മറ്റുള്ളവർ ചെയ്യണം. അപ്പോൾ അമ്മയുടെ സ്നേഹം, അല്ലെങ്കിൽ അച്ഛൻ്റെ സ്നേഹം, സഹോദരിയുടെ സ്നേഹം, ഭാര്യയുടെ സ്നേഹം, കാമുകിയുടെ സ്നേഹം, സുഹൃത്തിൻ്റെ സ്നേഹം, ഇത് മിക്കതും പൊതുവെ ആളുകൾക്ക് മനസ്സിലാവില്ല. വളരെ പ്രയാസമാണ്. മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? തൻ്റെ ഉള്ളിലത് വേണം. അവനവൻ്റെ ഉള്ളിലില്ലാത്ത ഒന്ന് ഒരാൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല. വളരെ പ്രയാസം അത്. കാരണം ആത്മാർത്ഥത ഇല്ലാത്ത ഒരാൾക്ക് ആത്മാർത്ഥത കണ്ടാൽ മനസ്സിലാവില്ല. അത് അയാൾ നടിക്കും പോലെ ഒരു നാട്യമാണ് എന്നാണ് വിചാരിക്കുക. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നം ഇതിൻ്റെ ആനന്ദം അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. സ്നേഹമുണ്ടെങ്കിൽ കളവ് പറയാൻ സാധിക്കുമോ? നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക്, ഏത് പാർട്ടി ഏത് മുന്നണി ആവട്ടെ, അതിൽ മഹാഭൂരിപക്ഷം പേരും നമ്മളോട് കള്ളം പറയുന്നു. അവർ ഭരണപക്ഷത്താവുമ്പോഴും പ്രതിപക്ഷത്താവുമ്പോഴും, അവരെഴുതുമ്പോഴും പ്രസംഗിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴൊക്കെ അവർ കപടം കാണിക്കുന്നു. സ്നേഹമുണ്ടെങ്കിൽ കപടം കാണിക്കാൻ സാധിക്കുമോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാണ് നമുക്ക് ഗാന്ധിയോടൊരു സ്നേഹം വരുന്നത്? ഗാന്ധി കള്ളം പറയുന്നില്ല നമുക്കറിയാം. നമ്മൾ ഗാന്ധിയോട് യോജിക്കട്ടെ വിയോജിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട്, അദ്ദേഹത്തിൻ്റെ ആശയാദർശങ്ങളോട്, അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തോട്, അദ്ദേഹത്തിൻ്റെ രീതിശാസ്ത്രത്തോട് എന്ത് വിയോജിപ്പുള്ള ആളും ഗാന്ധി കള്ളം പറഞ്ഞൊന്നും പറയില്ല. കാരണം അദ്ദേഹത്തിന് സ്വാർത്ഥമില്ല. ഗാന്ധിക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല, അദ്ദേഹത്തിന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കരുതിയ ആ മുളവടി അല്ലാതെ വേറും നഷ്ടപ്പെടാനില്ല. വലിയ തമാശ, 10 പൈസ കയ്യില്ലാത്ത ഒരാളുടെ ചിത്രമാണ് ഈ വലിയ 500-നൊക്കെ നോട്ടിൻ്റെ പുറത്ത് അച്ചടിച്ചത്. ഒരു കാശുകാരൻ്റെ ഒരു ഫോട്ടോ അച്ചടിക്കുന്ന ഒരു ന്യായമുണ്ട് ഗാന്ധി. കാരണം ഗാന്ധി ദാരിദ്ര്യം സ്വയം വരിച്ച ഒരാളാണ്. ദാരിദ്ര്യത്തിൽ ലജ്ജിക്കാനൊന്നുമില്ല എന്ന് നമ്മളെ പഠിപ്പിച്ച ആളാണ്. ഒരു ഗ്രാമീണ കർഷകന്റെ വേഷം സ്വീകരിക്കുന്നതിൽ അഭിമാനിക്കുന്ന ഒരാളാണ്. ഏറ്റവും പ്രധാനം മനുഷ്യൻ്റെ അന്തസ്സാണ് എന്ന് വിചാരിക്കുന്ന ആളാണ്. വേറെ ഒരാൾക്ക് അന്തസ്സുണ്ട് എന്ന് വിചാരിക്കണം. എന്ത് വേണം? അത് വിചാരിക്കണമെങ്കിൽ സ്നേഹം വേണം. സ്നേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ശത്രു ഞാൻ മനസ്സിലാക്കുന്നത് അസൂയയാണ്. കല്യാണം കഴിഞ്ഞിട്ട് 3 മാസം 6 മാസം 1 കൊല്ലമൊക്കെ ആകുമ്പോഴേക്ക് പരസ്പരം കണ്ണ് മാന്താൻ തുടങ്ങും. എന്താണ്? നമ്മുടെ അഹങ്കാരം, നമ്മുടെ ഈഗോ പ്രവർത്തിക്കുകയാണ്. കാരണം ആ കാമുകനല്ല ഈ കല്യാണം കഴിച്ച ആൾ. ഞാൻ പഴയ പ്രണയത്തിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന പഴയ റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ ഒരു കവിതയുടെ പ്രമേയമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹിക്കുകയാണ്. പതിവ് പോലെ എല്ലാ നാട്ടിലുള്ള മാതിരി, എല്ലാ കാലത്തുള്ള മാതിരി. അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർ തമ്മിൽ പരസ്പരം തെറി പറയുന്നു, ഉപദ്രവിക്കുന്നൊക്കെ കഴിഞ്ഞിട്ട് ഇവള് വീട്ടിന് മുമ്പിലെ പൂന്തോട്ടത്തിൻ്റെ അരികിൽ പോയിരുന്ന് ഇങ്ങനെ ഓർത്തോർത്ത് കരയാണ്.
ഇടയ്ക്കിടയ്ക്ക് ബ്ലൗസിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കടലാസ് എടുത്ത് നോക്കി അത് മടക്കി വെച്ച് വീണ്ടും കരയും. അപ്പോൾ ഭർത്താവിന് സംശയമായി, എന്താടി അത്? അതൊന്നുമില്ല, അത് ഇവിടെ കൊണ്ടാ, അത് തരില്ല. ആ, നിന്റെ മറ്റവൻ്റെ കത്തായിരിക്കില്ലേ, അത് നിങ്ങൾ അറിയണ്ട, നിങ്ങൾക്ക് തരില്ല അത്. ഇയാൾ ബലം പ്രയോഗിച്ച് ഇവളെ പിടിച്ച് തള്ളിയിട്ട് അത് എടുത്തു നോക്കുമ്പോൾ 18 കൊല്ലം മുമ്പ് ഇയാൾ അയച്ച പ്രേമലേഖനാണ്. അത് കവിതയിലാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ കാരുണ്യം, കവിത, സ്നേഹം എത്ര എളുപ്പം, എത്ര വേഗം, ഏതൊക്കെ വഴിക്ക് വാർന്നൊഴിഞ്ഞു പോകുന്നു എന്നാണ് ബ്രൗണിങ്ങിൻ്റെ ആ കവിത കാണിച്ചത്. നമ്മുടെ പ്രധാനപ്പെട്ട, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രണയ കഥ എന്ന് പറയുന്നത് ശാകുന്തളമാണ്. അതിലിപ്പോൾ എല്ലാവർക്കും അറിയുന്ന മാതിരി ആ ഭർത്താവ്, ആ കാമുകൻ, ആ പുരുഷൻ ഒരു വഞ്ചകനാണ്. അയാൾ ഇത്ര എളുപ്പമാണ് ഇതൊക്കെ മറന്നു കളഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഈ അസൂയ ഈ അളവിൽ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നത്? ഇപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, അയൽവക്കക്കാരൻ അന്യ സമുദായക്കാരനാണെങ്കിൽ അവൻ്റെ സമൃദ്ധി കണ്ടിട്ട്, അവൻ്റെ സ്വാധീനം കണ്ടിട്ട് നമുക്കുണ്ടാവുന്ന അസൂയയാണ് ജാതിക്കുശുമ്പായിട്ടും പാർട്ടിക്കൂറായിട്ടും മതവർഗീയതയായിട്ടൊക്കെ വരുന്നത്. മഹാഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണെന്നാണ് എൻ്റെ വിചാരം. എന്താ അത്? ദുര്യോധന് പാണ്ഡവരുടെ ഐശ്വര്യത്തോട് തോന്നിയ അസൂയയിലാണ് ആ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തിരികുറ്റി, അതിൻ്റെ കേന്ദ്രം. പാണ്ഡവരുടെ ഐശ്വര്യം കണ്ടിട്ടുണ്ടായ അസഹിഷ്ണുതയിൽ നിന്നാണ് അതെല്ലാം ഉണ്ടായിത്തീർന്നത്. മഹാഭാരതത്തിലും രാമായണത്തിലും ഒരുപോലെ കാണുന്ന ഒരു ആശയം, നന്ദികേടിന് പ്രായശ്ചിത്തമില്ല. ലക്ഷ്മണൻ എല്ലാ ഉപകാരങ്ങളും മറന്നു കളഞ്ഞ സുഗ്രീവനോട് അത് പറയുന്നുണ്ട്, പ്രായശ്ചിത്തമില്ലാത്തൊരു പാപമേ ഉള്ളൂ, അത് നന്ദികേടാണ്. ഇത് മഹാഭാരതത്തിലും കാണാം. അപ്പോൾ നന്ദി എന്നുള്ള വാക്കിനെന്താ അർത്ഥം? നന്ദി എന്നുള്ള വാക്കിനർത്ഥം സന്തോഷം എന്താ. മലയാളത്തിൽ പണ്ട് ആ വാക്കില്ല. നമുക്ക് താങ്ക്സ് എന്നുള്ളത് ഇംഗ്ലീഷിൽ നിന്ന് എടുത്താണ്, നന്ദി എന്നുള്ള സംസ്കൃതത്തിൽ നിന്ന് എടുത്താൽ. പക്ഷെ നമ്മൾ പണ്ട് പറഞ്ഞത് സന്തോഷം എന്നാ. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് മുതിർന്ന ആളിലൊക്കെ അവർക്ക് വല്ല ഉപകാരം കിട്ടിയ സന്തോഷം എന്ന് പറയുക, സന്തോഷമായി, വളരെ സന്തോഷമായി എന്ന് പറയും. പക്ഷെ ഇത് ഏറ്റവും കുറഞ്ഞ ഒരു സാധനമാണ് ലോകത്ത്. ഏറ്റവും അധികമുള്ളത് അസൂയയും ഏറ്റവും കുറച്ചുള്ളത് നന്ദിയാണ്. അസൂയ ഉണ്ടായാലും സ്നേഹമില്ലാതെയാവും, നന്ദികേടായാലും സ്നേഹമില്ലാതെയാവും. ഇപ്പോൾ രാഷ്ട്രീയത്തിലാണെങ്കിൽ എൻ്റെ നോട്ടത്തിൽ നമ്മുടെ ദേശീയ പ്രസ്ഥാന കാലത്തെ രാഷ്ട്രീയം പ്രധാനമായും പ്രവർത്തിച്ച ഒരു കാര്യം മുഹമ്മദ് അലി ജിന്നയ്ക്ക് മഹാത്മാഗാന്ധിയോട് തോന്നിയ അസൂയയാണ്. മനസ്സിലാവുന്നില്ല ജിന്നയ്ക്ക് എന്തുകൊണ്ടാണ് ഈ ചങ്ങാതി ഈ അളവിൽ ആളുകളെ സ്വാധീനിക്കുന്നത്. അദ്ദേഹത്തിന് മനസ്സിലായിരുന്നില്ല എന്തുകൊണ്ട്. അദ്ദേഹം കോൺഗ്രസ് നേതാവായിരുന്നു 1920 വരെ. എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസം ഇല്ലാത്ത കർഷകന്മാരും തൊഴിലാളികളും നിരക്ഷരന്മാരൊക്കെ കോൺഗ്രസ് ഓഫീസിൽ വരുന്നത്? അവർക്കെന്താ ഇതിനകത്ത് കാര്യം? കാരണം അദ്ദേഹം പഠിച്ച ആളാണ്, ഗാന്ധിയും പഠിച്ച ആളാണ്. അപ്പോൾ ഗാന്ധിക്ക് അവരെ മനസ്സിലാവുന്നു, അവർക്ക് ഗാന്ധിയെ മനസ്സിലാവുന്നു. കാരണം അവരുടെ ഇടയിലുള്ള അതിൻ്റെ ആ ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ. ഗാന്ധി 1920 ആഗസ്റ്റിലാണ് ആദ്യമായിട്ട് കേരളത്തിൽ വരുന്നത്. അന്ന് കോഴിക്കോട് കടപ്പുറത്ത് അദ്ദേഹത്തെ സ്വീകരിക്കാൻ ചേർന്ന യോഗത്തിൽ പങ്കെടുത്തായിട്ട് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത് 20,000 ആളുകളാണ്. ഒരു നൂറ്റാണ്ടിന് മുമ്പാണെന്ന് ആലോചിക്കുക. അന്ന് മലബാറിൽ എവിടെയൊക്കെ റോഡുണ്ട്, എവിടെയൊക്കെ ബസ്സും കാറും ഉണ്ട്, എവിടെയൊക്കെ തോണി പോകേണ്ടി വരും, എവിടെയൊക്കെ കാളവണ്ടി പോകേണ്ടി വരും. പിന്നെ ഇവരൊക്കെ എങ്ങനെ ഈ വിവരം അറിയുന്നത്? ആകാശവാണി വരാൻ പിന്നെയും 30 കൊല്ലമുണ്ട്, മാതൃഭൂമി പത്രം വരാൻ പിന്നെയും 3 കൊല്ലം ബാക്കിയാണ്. ആളുകളെ എരച്ചു വരികയാണ്. കാരണം കണ്ടവർക്കും കേട്ടവർക്കും ഒക്കെ ഗാന്ധി എന്താണ് പറയുന്നത് എന്ന് സാധാരണക്കാർക്ക്, നിഷ്കളങ്കരായ നിസ്വാർത്ഥരായ ഗ്രാമീണർക്ക്, സാധാരണക്കാർക്ക് അത് മനസ്സിലാവുന്നു. നേതാക്കന്മാർക്ക് അത് മനസ്സിലാവുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുഹമ്മദ് അലി ജിന്ന. അദ്ദേഹം ആദ്യകാലത്ത് ഹിന്ദു മഹാസഭയിലും കോൺഗ്രസിലും ഒരേപോലെ മെമ്പറായിരിക്കാം, അതുപോലെ മുസ്ലിം ലീഗിലും കോൺഗ്രസിലും ഒരുപോലെ മെമ്പറായിരിക്കാം. ഇരട്ട അംഗത്വം ഉള്ള കാലമാണ്. 1913 അദ്ദേഹം ലീഗിൽ ചേരുന്നത്. 20 അദ്ദേഹം കോൺഗ്രസ് രാജിവെച്ച് പോയി. കാരണം ഗാന്ധിയുടെ നേതൃത്വം കൊണ്ടുവരുന്ന കാര്യങ്ങളോടൊന്നും അദ്ദേഹത്തിന് യോജിപ്പുണ്ടായിരുന്നില്ല. അതിലൊരു പ്രധാനപ്പെട്ട സംഗതി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ഗാന്ധി കൊടുത്ത പിന്തുണയാണ്. അത് ശരിയായിരുന്നില്ല എന്ന അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ.
ജിന്ന പറഞ്ഞത് അത് ജനാധിപത്യ വിരുദ്ധമായൊരു പ്രസ്ഥാനമാണ്, അതിന് കോൺഗ്രസ് പിന്തുണ കൊടുക്കാൻ പാടില്ല. അപ്പോൾ സ്നേഹത്തെ ഇല്ലാതെയാക്കുന്ന സംഗതി ഒന്ന് അസൂയയാണെങ്കിൽ ഒന്ന് നന്ദികേടാണ്. ഇത് ഇല്ലാതിരിക്കാൻ വലിയ പ്രയാസം. കാരണം ഇതുണ്ടാവുന്ന എവിടെ നിന്നാണ്? നമ്മുടെ അഹങ്കാരത്തിൽ നിന്നാണ്. ഞാൻ എൻ്റെ. നിങ്ങൾ പ്രേമിക്കുമ്പോൾ ബസ് സ്റ്റോപ്പിൽ അല്ലെങ്കിൽ കടപ്പുറത്ത് അല്ലെങ്കിൽ സിനിമാ തിയേറ്ററിന് മുമ്പിൽ കാത്തു നിൽക്കുന്ന ആ വിനീതനായ കാമുകനല്ല ഈ കല്യാണം കഴിച്ച ഭർത്താവ്. അത് നേരത്തെ ബ്രൗണിങ്ങിൻ്റെ കവിത പറഞ്ഞ മാതിരി നിങ്ങൾ വേറെ ഒരാളായി, വേറെ ഒരു ഓഫീസായിട്ട്, വേറൊരു സ്ഥാപനമായിട്ട് മാറുകയാണ്. വലിയ പ്രയാസമാണ്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം, ചെറുപ്പക്കാർക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല, കല്യാണം കഴിച്ചവർക്ക് വേറെ എന്തുണ്ടായാലും മക്കളുണ്ടാവാൻ ഇഷ്ടമല്ല. അപ്പോൾ എവിടേക്കാണ് ഈ സമൂഹം പോണത്? അപ്പോൾ അതൊക്കെ തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. അത് നിങ്ങളുടെ ഒരു സൗകര്യം. ഇപ്പം പണ്ട് ഇവിടെ ബഹുഭർത്തൃത്വം ഉണ്ടായിരുന്നു, ബഹുഭാര്യത്വം ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പിന്നിട്ട് നമ്മൾ പോന്നു. ഇപ്പോഴും ബഹുഭാര്യത്വം നിരോധിക്കണം എന്ന് പറഞ്ഞാൽ മുസ്ലിം മതമോരും അതിൽ സമ്മതിക്കില്ല. ഇപ്പോൾ ബീഹാറിലത് നിയമമായി കഴിഞ്ഞു. ഉള്ളത് മനുഷ്യൻ്റെ അന്തസ്സ് അംഗീകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒരാൾക്ക് വേണ്ടി ജീവിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് സ്നേഹത്തിൻ്റെത്. അപ്പോൾ ആത്മീയത എന്ന് പറയുന്നത് ഈ സ്നേഹത്തിൻ്റെ പേരാ. നമ്മൾ വിചാരിക്കും നാരായണ ഗുരുവിന് എങ്ങനെയാ സ്നേഹം മനസ്സിലാവുക? അദ്ദേഹമാണ് ആ വരി പറഞ്ഞത്, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരന്നു സുഖത്തിനായി വരേണം എന്ന്. അന്യന് വേണ്ടി ജീവിക്കുക. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതാണ്, ആത്മീയത എന്ന് പറഞ്ഞാൽ അതാണ്, കല എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അതൊക്കെ പല രൂപാന്തരങ്ങൾ എന്നല്ലാതെ ഇപ്പോൾ ആത്മീയത എന്താണ് എന്ന് ഗാന്ധി അതിമനോഹരമായിട്ട് നിർണയിക്കും. അദ്ദേഹം അതിൻ്റെ നിർവചനം പറയും. എന്താ പറഞ്ഞത്? അവനവരുടെ അപ്പം അന്വേഷിക്കുന്നത് ഭൗതികത, അന്യൻ്റെ അപ്പം അന്വേഷിക്കുന്നത് ആത്മീയത. അത്രയേ ഉള്ളൂ. വളരെ ലളിതമാണത്. അന്യൻ്റെ ഭൗതിക പ്രശ്നങ്ങളാണ് നമ്മുടെ ആത്മീയ പ്രശ്നങ്ങൾ. അല്ല വേറെ ഭൗതിക ആത്മീയ പ്രശ്നം ഇത് വേർതിരിപ്പില്ല, നമുക്കിത് മനസ്സിലാവില്ല. കാരണം വേറെ ഒരാൾക്ക് വേണ്ടി ജീവിക്കുക ഒക്കെ സാധാരണഗതിയിൽ ഒരു വീട്ടമ്മയ്ക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. അത് മനസ്സിലാവുന്ന എങ്ങനെയെന്ന് ഞാൻ പറയാം. വീട്ടമ്മ മാത്രമേ ഉള്ളെങ്കിൽ ഉച്ചയ്ക്ക് ഊണും കറിയും പപ്പടവും ഉപ്പേരിയും ഒക്കെ കൂടി ഉണ്ടാക്കില്ല. ഒരു കഞ്ഞി ഉണ്ടാക്കി നമ്മൾ ഓടിച്ചുണ്ടാക്കിയാൽ കഴിഞ്ഞു. പക്ഷേ ഭർത്താവും കുട്ടികളും ഉണ്ടെങ്കിൽ, അല്ലെ വിരുന്നുകാരുണ്ട്, അതാ മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ധാരാളം വിഭവങ്ങൾ വേണം, 2 കറി വേണം, പപ്പടം വേണം, ചിലപ്പം മീനോ ഇറച്ചിയോ വേണം. അങ്ങനെ ഇത് ആലോചിക്കാൻ പ്രയാസം. പിന്നെ വേറൊരു ചെറിയ കാര്യം, ഈ സഭയിൽ വലിയ ശതമാനം 50ഉം 60ഉം കഴിഞ്ഞ ആളുകളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഗോദ്രജ് എന്നെ പറ്റിക്കാത്ത ഒരവസ്ഥ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ സ്നേഹം എന്നുള്ള വാക്കിൻ്റെ ഒരർത്ഥം എണ്ണ എന്നാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ എണ്ണ, സ്നിഗ്ധത എന്ന് പറഞ്ഞാൽ എണ്ണ. ഇത് നിങ്ങളുടെ തൊലിയിൽ എണ്ണ വറ്റും പോലെ സ്നേഹം പ്രായം ചെല്ലുന്നതിനനുസരിച്ച് ഇങ്ങനെ വറ്റി വരും. കുട്ടിക്കാലത്ത്, യൗവനകാലത്ത്, മധ്യവയസ്സിൽ നിങ്ങൾക്ക് ഒരു സുഹൃത്തിനോടോ അയൽക്കാരനോടോ പാർട്ടിക്കാരനോടോ കാമുകിയോടോ ഭാര്യയോടോ മക്കളോടോ തോന്നുന്ന ബന്ധം വാർദ്ധക്യകാലത്ത് തോന്നുകയില്ല. വാർദ്ധക്യം എന്ന് പറയുന്ന ഒരു സാധനം സ്നേഹിക്കാനും സ്നേഹം അനുഭവിക്കാനുമുള്ള പ്രാപ്തിയില്ലായ്മയാണ്. നമ്മുടെ യൗവനത്തിൻ്റെ പേരാണ് സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ ബുദ്ധന് 80-ാം വയസ്സിലാണ് മരിക്കുന്നത്. വാർദ്ധക്യം വരില്ല, കാരണം അദ്ദേഹത്തിന് സ്നേഹമുണ്ട്. ക്രിസ്തുവിന് മരണമേ ഇല്ല എന്ന് അവർ പറയും. മരിച്ചപ്പോൾ അവൻ 3-ാം പക്കം ഉയർത്തെഴുന്നേറ്റെന്ന് പറയും. എന്താ കാരണം? സ്നേഹത്തിൻ്റെ മൂർത്തിയാണ്. അദ്ദേഹത്തിന് വേറെ തത്വമൊന്നും പഠിപ്പിക്കാനില്ല. എന്താ പഠിപ്പിക്കുന്നത്? നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇത് വേദഗ്രന്ഥങ്ങളിൽ കാണും, പ്രവാചക വചനങ്ങളിൽ കാണും. പക്ഷെ നമുക്കത് പറ്റില്ല. എന്താ കാരണം? ആ അളവിൽ നമ്മൾ സ്വാർത്ഥികളാണ്. ഇപ്പോൾ മുഹമ്മദ് നബിയുടെ പ്രധാനപ്പെട്ട ഒരു വചനം, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ച് ആഹാരം കഴിക്കുന്നവൻ വിശ്വാസിയല്ലാണ്. അപ്പം എന്താ വിശ്വാസം എന്ന് പറയുന്നത്? ഗാന്ധിക്ക് ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിന് ഉത്തരം പറയാൻ 1 മിനിറ്റേ വേണ്ടി വന്നിട്ടുള്ളൂ. അദ്ദേഹത്തോട് ചോദിച്ചു, ബാപ്പു, എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം, എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് പുണ്യം, എന്താണ് പാപം? അദ്ദേഹം പറഞ്ഞു, നീ എന്തെങ്കിലും പ്രവർത്തിക്കാനോ പ്രസംഗിക്കാനോ എഴുതാനോ പോകുമ്പോൾ നീ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും ദരിദ്രനായ മനുഷ്യൻ്റെ മുഖം ഓർമ്മിക്കുക. എന്നിട്ട് നീ എഴുതാനോ പ്രസംഗിക്കാനോ പ്രവർത്തിക്കാനോ പോകുന്നത് ആ മനുഷ്യന് ഗുണകരമാണെങ്കിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യരുത്.
അപ്പോൾ പുണ്യപാപങ്ങളുടെ, ശരിതെറ്റുകളുടെ, ധർമാധർമ്മങ്ങളുടെ മാനദണ്ഡം എന്ന് പറയുന്നത് നിങ്ങളെക്കാൾ കഷ്ടപ്പെടുന്ന ഒരാളോടുള്ള മനുഷ്യനോടുള്ള സ്നേഹമാണ്. അത് ആവിഷ്കരിക്കുന്ന രീതി പലതായിരിക്കും. അധ്യാപകൻ്റെ പണി എന്താ? ഇപ്പോൾ വലിയ പ്രശ്നമാണ്. എന്താ ചോദിക്കുന്നത്? AI ഇല്ലേന്ന്. എല്ലാം AI ഉണ്ട്. ഇപ്പോൾ ഞാൻ AIയോട് ചോദിച്ചു കഴിഞ്ഞ മാസം, MN കാരശ്ശേരി ഇപ്പം എന്താ ചെയ്യുന്നത്? അപ്പോൾ AI തന്ന മറുപടി 2016 അയാൾ മരിച്ചുപോയി എന്നാണ്. അപ്പോൾ എനിക്ക് വലിയ ആശ്വാസം, ഇനി പ്രശ്നമൊന്നുമില്ലല്ലോ, നമുക്കിനി പ്രശ്നങ്ങളൊന്നും നേരിടാനില്ല. പാബ്ലോ നെരൂദയുടെ പുതിയ കവിതാ സമാഹാരം വന്നപ്പോൾ അതിൽ ഒരെണ്ണം AI എഴുതിയതാ. എന്ത്? പാബ്ലോ നെരൂദ. എന്താണ് അധ്യാപകൻ്റെ പണി? ഇപ്പോൾ കുട്ടികൾക്ക്, ഇപ്പോൾ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഇതൊക്കെ നയഗര വെള്ളച്ചാട്ടത്തിൻ്റെ ഉയരം എത്രയാണ്, നൈൽ നദിയുടെ നീളം എത്രയാണ്, ഹിമാലയത്തിൻ്റെ ഉയരം എത്രയാണ്, ഗാന്ധി ഏതുമല്ല ജനിച്ചത്, നെഹ്റു ഏതുമല്ല മരിച്ചത്, ഇതൊക്കെ കാണാപ്പാടം പഠിക്കണം. ഇപ്പോൾ ഒന്നിനും പ്രശ്നമില്ല, ഇപ്പോൾ വിരൽത്തുമ്പിലുണ്ട് ഇൻഫർമേഷൻ, വിവരം. ഇതിന് നിങ്ങൾക്കൊരു അധ്യാപകൻ്റെ ആവശ്യമില്ല. അധ്യാപകൻ്റെ ആവശ്യമുള്ളത് കുട്ടികളെ സ്നേഹിക്കാനാണ്. അധ്യാപനം എന്ന് പറയുന്നത് ഒരു ജോലിയല്ല, അതൊരു സ്വഭാവമാണ്, അതൊരു കരിയറല്ല, ക്യാരക്ടറാണ്. അതുകൊണ്ട് ഗാന്ധി പറയും, ആരാണ് പാഠപുസ്തകം? അധ്യാപകനാണ് പാഠപുസ്തകം. ടീച്ചർ ഈസ് ദ ടെക്സ്റ്റ് എന്ന് പറയും. വലിയ ബുദ്ധിമുട്ടാണ്. കാരണം കുട്ടികളുടെ മുമ്പിൽ മദ്യപിക്കുന്ന ഒരാൾക്ക് മദ്യപിക്കരുത് എന്നോ, പുകവലിക്കുന്ന ഒരാൾക്ക് പുകവലിക്കരുത് എന്നോ, വൈകി ക്ലാസ്സിൽ വരുന്ന ഒരാൾക്ക് വൈകരുത് എന്നോ ഒന്നും പറയാനോ പഠിപ്പിക്കാനോ സാധിക്കില്ല. കാരണം കുട്ടികൾ ഒന്നും കേട്ട് പഠിക്കുകയില്ല, അവർ കണ്ടേ പഠിക്കുകയുള്ളൂ. അപ്പോൾ അധ്യാപനം എന്ന് പറയുന്നത് എല്ലാ ജോലി, പാചകക്കാരൻ്റെ പണി സ്നേഹപൂർവ്വം ആ പൊറോട്ട അല്ലെങ്കിൽ ആ ചോറ് അല്ലെങ്കിൽ ആ സാമ്പാർ ഉണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെ ആകുമ്പോഴേ അത് നന്നാവും. എല്ലാം സ്നേഹമില്ലെങ്കിൽ, ആശാൻ പറയുന്നത് സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ എന്ന് പറയും. അത് വലിയ പ്രയാസം. ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ ത്യാഗമാണ് ഇതിലെ പ്രധാന കാര്യം. നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യങ്ങളല്ല, വേറൊരാളുടെ സൗകര്യമാണ് പ്രധാനം എന്ന് വിചാരിക്കാൻ ഒന്നും വേണ്ട. ബാലേന്ദ്രൻ ചുള്ളിക്കാടിനോട് ഒരു ദിവസം ഞാൻ ചോദിച്ചു, ബാല, ഹിന്ദുമതം വിട്ട് ബുദ്ധധർമ്മം സ്വീകരിച്ചു എന്ന് പറയണ്ടല്ലോ, ബാലൻ പേര് മാറ്റിയിട്ടില്ല, വേറെ വല്ല വ്യത്യാസം ബാലൻ്റെ ജീവിതത്തിലുണ്ടോ? ഉണ്ടല്ലോ മാഷെ. എന്താ അത്? ബുദ്ധധർമ്മത്തിൽ പറയുന്നുണ്ട്, ഒരു ദിവസം ഒരു പുണ്യകർമ്മമെങ്കിലും ചെയ്യണം. എന്നൊരു ബാലൻ ഇന്നെന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞാനിപ്പോൾ കോഴിക്കോട് നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ എറണാകുളത്ത് നിന്ന് വരുമ്പോൾ ബസ് കയറിയപ്പോൾ എല്ലാ സീറ്റും ഫുള്ളാണ്. അതിലൊരു കുറച്ചുകൂടി എന്നെക്കാൾ പ്രായമുള്ള ഒരാൾ, കുറച്ച് ആവശ്യം തോന്നിയ ഒരാൾ കയറി. ഞാൻ അയാൾക്ക് സീറ്റ് ഒഴിഞ്ഞു കൊടുത്തു. ഞാൻ ഏതാണ്ട് കോഴിക്കോട് വരെ നിൽക്കേണ്ടി വന്നു. ശരിയാണോ? ബഷീർ പറയുന്നത്, ഒരു പട്ടിക്ക് വെള്ളം കൊടുത്താൽ, ഒരു പൂച്ചയ്ക്ക് വെള്ളം കൊടുത്താൽ, ഒരു തൈക്ക് വെള്ളം ഒഴിച്ചാൽ അതാണ് പ്രാർത്ഥന. വേറെ എന്ത് പ്രാർത്ഥനയാണ്? അപ്പോൾ നമുക്ക് മതം എന്ന് പറഞ്ഞാൽ ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ഒക്കെയാണ്. അത് ഈ തരത്തിലുള്ള അന്യജീവനൊതുകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്ന് ആശാൻ പറഞ്ഞിട്ടുള്ള ഒന്നാണോ? രാഷ്ട്രീയം അങ്ങനെയാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അങ്ങനെയാണോ? അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന് വേണ്ടി എന്ന് പ്രസംഗിക്കുന്ന എല്ലാ പാർട്ടിയിലെയും നേതാക്കന്മാർ ആ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന് വേണ്ടിയാണോ പണിയെടുക്കുന്നതെന്നൊരു വളരെ പ്രസക്തമായി ആൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് അവരെ ശ്രദ്ധിക്കാത്തത്. വാക്കിൻ്റെ അർത്ഥം എവിടെ ഇരിക്കുന്നു എന്ന് മാർക്സ് ചോദിക്കും. വാക്കിൻ്റെ അർത്ഥം എവിടെയാണ്? അദ്ദേഹം പറഞ്ഞ മറുപടി, അത് നിങ്ങൾ ജീവിതം കൊണ്ട് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നതാണെന്നാ. വാക്കിൻ്റെ അർത്ഥം നിഘണ്ടുവിലില്ല. സ്നേഹം എന്ന വാക്കിൻ്റെ അർത്ഥം എവിടെയുണ്ട്? അത് നിങ്ങൾ ജീവിതം കൊണ്ട് ഉൽപ്പാദിപ്പിക്കേണ്ടാവുന്നതാണ്. ഇതിനെയാണ് മാർക്സിൻ്റെ തിയറി ഓഫ് പ്രാക്സിസ് എന്ന് പറയാം. PRAXIS, ഒരു ജർമ്മൻ വാക്കാണ്. ഏതാണ്ട് ഇംഗ്ലീഷിലെ പ്രാക്ടീസുമായൊരു ഒരു വാക്കാണ്. എന്തുകൊണ്ടാണ് നമുക്ക് മതേതരത്വം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മനസ്സിലാവാത്തത്? സെക്യുലറിസം നമുക്ക് മനസ്സിലാവുന്നില്ല. എന്താ മനസ്സിലാവാത്തത്? അത് പരിഭാഷപ്പെടുത്തേണ്ടത് മതേതരത്വം എന്നാണോ മതനിരപേക്ഷത എന്നാണോ എന്നാണ് നമ്മുടെ പ്രശ്നം. പരിഭാഷപ്പെടുത്തിയിട്ട് കാര്യമില്ല. എന്താ കാരണം? അത് മനസ്സിലാവില്ല. മനസ്സിലാവണമെങ്കിൽ അത് അർത്ഥം ഉൽപ്പാദിപ്പിക്കണം. നമ്മുടെ രാഷ്ട്രീയ ജീവിതം ആ തരത്തിലുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥ ഉൽപ്പാദിപ്പിച്ചാലേ അതിൻ്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ജന്മിത്വം അവസാനിച്ചു, നമുക്ക് മനസ്സിലായല്ലോ. കാരണം ജന്മിത്തോടെ അവസാനിച്ചു, സംബന്ധം അവസാനിച്ചു. എന്താ നമുക്ക് മനസ്സിലായി. സ്നേഹത്തിൻ്റെ ഒരു ചെറിയ കഥ ഞാൻ പറയാം. ഈ സഭയിൽ
സ്ത്രീകളുടെ എണ്ണം കുറവാണ്, പക്ഷേ ഏറ്റവും അധികം സ്നേഹം മനസ്സിലാക്കുന്നത്, അത് ആവിഷ്കരിക്കുന്നത് അമ്മമാരാണ് എന്ന് പറയും. അങ്ങനെ ഒരു ചൊല്ലി ഞാൻ വായിച്ചിട്ടുണ്ട് ഇംഗ്ലീഷിൽ. ദൈവത്തിന് എല്ലായിടത്തും എത്തിപ്പെടാൻ പറ്റാത്തതുകൊണ്ടാണ് അദ്ദേഹം അമ്മമാരെ സൃഷ്ടിച്ചത്. പിന്നെ ദൈവത്തിന് വലിയ ബുദ്ധിമുട്ടില്ല, വളരെ തിരക്കിട്ട പണിയാണ്. ഞാൻ കേട്ടൊരു ചെറിയ കഥ ഞാൻ പറയാം, നമുക്കത് മനസ്സിലാവത്തില്ല. ഒരു ചെറുപ്പക്കാരൻ മഴ കൊണ്ടുകൊണ്ട് വീട്ടിലേക്ക് കയറി വരിക. അപ്പം അച്ഛൻ പറഞ്ഞു, എന്താടാ മഴക്കാലത്ത് ഒരു കുട എടുത്താൽ എനിക്ക് ഇവിടെ വന്ന് പനി പിടിച്ച് കിടന്നാൽ മതിയല്ലോ, ചികിത്സിക്കാൻ ഞാനുണ്ടല്ലോ, എൻ്റെ കാശുണ്ടല്ലോ, എനിക്ക് മെനക്കെടാണല്ലോ, ഡോക്ടർക്ക് പണം കൊടുക്കണ്ടോ, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുകൊണ്ടൊക്കെ ഞാനായിരിക്കുമല്ലോ. അപ്പോൾ ഇയാൾ ഇങ്ങനെ കയറിയപ്പോൾ ഏട്ടൻ ചോദിച്ചു, എന്താടോ നിനക്ക് മഴക്കാലത്ത് പോകുമ്പോൾ ഒരു കുട എടുത്ത് പോയിക്കൂടെ? അവൻ്റെ അനിയത്തി ചോദിച്ചു, ഏട്ടാ മഴ പെയ്യുമ്പോൾ ഇങ്ങനെ അച്ഛൻ്റെ ഏട്ടനൊക്കെ ചീത്ത കേൾക്കാൻ മഴ കൊണ്ട് വരണോ? അവിടെ ഏതെങ്കിലും പീടികക്കൊലയമ്മ കയറി എന്നാൽ പോരെ? അപ്പോൾ അവൻ്റെ അമ്മ ചോദിച്ചു, ഓ ആ മഴയ്ക്ക് എൻ്റെ കുട്ടിയും കൊണ്ട് എത്തിയിട്ട് പെയ്താൽ പോരായിരുന്നു. മറ്റേ ഭാഗത്ത് നോക്കുക, ഈ തൻ്റെ മകനെ അങ്ങനെ വിവേകമില്ലാതെ ഇത്തിരി മഴ കൊണ്ട് കയറി വന്ന മകനെ കുറ്റപ്പെടുന്നതിന് പകരം ആ മഴ ഇത്തിരി വൈകി പെയ്താൽ മതിയായിരുന്നു എന്ന് ആലോചിക്കുന്ന തരത്തിൽ അവനെ മനസ്സിലാക്കുന്നതിനെയാണ് സ്നേഹം എന്ന് പറയുക. അത്ര എളുപ്പമല്ല. പഴയൊരു കഥയുണ്ട്, അതുകൂടെ പലരും കേട്ടതായിരിക്കും. അതായത് ഒരുത്തനോട് അവൻ്റെ ഭാര്യ പറഞ്ഞു, നിങ്ങളുടെ അമ്മയുടെ കരൾ എനിക്ക് കൊണ്ടതാ. അപ്പോൾ പിന്നെ നമ്മൾ അനുസരിക്കണ്ടേ, കാരണം നമ്മൾ ഭർത്താവിന് സ്നേഹം കാണിക്കണ്ടേ. അപ്പോൾ അവൻ ചെന്ന് അമ്മയെ കൊന്ന് കരളെടുത്ത് അതെടുത്ത് ഓടുകയാണ്. ഓടുമ്പോൾ ഒരു വേരിൽ തട്ടി അവൻ വീണപ്പം ആ പാത്രത്തിലിരുന്ന് അമ്മയുടെ കരൾ ചോദിച്ചു, മോനെ നിനക്ക് വല്ലതും പറ്റിയോ? ഇങ്ങനെ അക്കിത്തം പറയും പോലെ നിരുപാധികമാം സ്നേഹം നിന്നിൽ കിളിർന്നു പൊന്തട്ടെ. എളുപ്പമല്ല. ഇതിങ്ങനെ നമുക്ക് സാധിക്കും എന്ന് നമ്മൾ ഒരു ചെറിയ ഘട്ടത്തിൽ, ഇപ്പോൾ യൗവനകാലത്ത് പ്രേമിക്കുമ്പോൾ അതിനകത്ത് എത്രയാണ് സ്നേഹം, ഏതളവിലാണ് കാമം, ഏതളവിലാണ് സ്വാർത്ഥം, ഏതളവിലാണ് അഹങ്കാരം എന്നൊന്നും അപ്പം മനസ്സിലാവില്ല. ഒരു ഘട്ടം കഴിഞ്ഞാൽ അത് മനസ്സിലാവും. എന്താ വെച്ചാൽ ഓസ്കാർ വൈൽഡ് പറയുന്നുണ്ട്, ജീവിതത്തിൽ 2 തരം ദുരന്തങ്ങളുണ്ട്. ഒന്ന് നിങ്ങൾ ആഗ്രഹിച്ച് കിട്ടാതിരിക്കുക, മറ്റേത് ആഗ്രഹിച്ച് കിട്ടുക. വൺ ഈസ് നോട്ട് ടു ഗെറ്റ് ഇറ്റ്, ദ അതർ വൺ ഈസ് ടു ഗെറ്റ് ഇറ്റ്. പ്രേമിച്ചിട്ട് കല്യാണം കഴിച്ചാൽ അത് എല്ലാ പ്രശ്നവും തീർന്നു നമ്മൾ വിചാരിക്കും. എല്ലാ ബന്ധങ്ങളും അങ്ങനെ. മനുഷ്യന് മടുക്കും. അപ്പം ഇതിൻ്റെ ഒക്കെ അപ്പുറത്ത് എന്ത് വന്നാലും നമുക്ക് ഉള്ള സ്നേഹം ആവിഷ്കരിക്കുക, അത് അനുഭവിക്കുക, അത് കൊടുക്കുക, അത് തിരിച്ചറിയുക. അത് വളരെ വളരെ പ്രയാസമാണ്. ഞാൻ ആവർത്തിക്കുകയാണ്, സ്നേഹം ഇല്ലാത്ത ഒരാൾക്ക് അത് കിട്ടിയാൽ മനസ്സിലാവില്ല. കാരണം മിക്ക ആളുകൾക്കും, ഇപ്പോൾ ഞാൻ അതിശയോക്തി പറയല്ല, മിക്ക ആളുകൾക്ക് സന്തോഷം വേണം. സന്തോഷം എന്താണെന്ന് എത്ര ആൾക്കറിയാം? സന്തോഷം എന്താണ് എന്ന് എത്ര പേർക്കറിയാം? ധന്യത എന്താണ് എന്ന് എത്ര പേർക്കറിയാം? ഞാൻ പഴയ ബുദ്ധകഥയിലെ ഒരു സംഭവം ഞാൻ ഉദ്ധരിക്കാം. താമര കൃഷി ചെയ്യുന്ന ഒരു കൃഷിക്കാരൻ്റെ കുളത്തിൽ ഒരു ദിവസം രാവിലെ ആൾ ചെന്ന് നോക്കുമ്പോൾ ഒരു സ്വർണ്ണത്താമര വിരിഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ഇയാൾക്ക് അത്ഭുതമായി. സ്വർണ്ണത്താമര പണ്ടയാൾ കണ്ടിട്ടില്ല. പഴാതും പൊട്ടിച്ച് സാധാരണ താമരപ്പൂ വിൽക്കുന്ന കടയിൽ ചെന്നിട്ട് അയാൾ ഇതങ്ങനൊരു ഇത് വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കടക്കാരൻ പറഞ്ഞു, സാധാരണ ഒരു താമരയ്ക്ക് ഞാൻ തരുന്നത് 4 ഉറുപ്പികയാണ്, ഇതിന് ഞാൻ 40 ഉറുപ്പിക തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ വഴിക്കൊരു പ്രഭു വന്നു. അയാൾ പറഞ്ഞു, അയ്യോ ഇത് 40 ഉറുപ്പിക ഒന്നും പറയും, ഞാൻ 4000 ഉറുപ്പിക തരാമെന്ന് പറഞ്ഞു. അപ്പോൾ കൃഷിക്കാരൻ ഇതിൻ്റെ മൂല്യം അറിഞ്ഞൂടാ. ഈ സമയത്താണ് മഹാരാജാവ് അതിൽ വരുന്നത്. അപ്പോൾ അദ്ദേഹം ആൾ കൂടി എന്താ ചോദിച്ചാൽ അവിടെ നിർത്തിയപ്പോൾ അദ്ദേഹം ഈ സ്വർണ്ണത്താമര കണ്ടു, വലിയ സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, ഈ പൂവ് എനിക്ക് തരൂ, ഈ സ്വർണ്ണത്താമര, ഞാൻ അതിന് 40,000 തരാം എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷിക്കാരന് മനസ്സിലായി ഇതൊരു അമൂല്യമായ സാധനം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് വിൽക്കുന്നില്ല, പീഡിയക്കാരനോ പ്രഭുവിനോ രാജാവിനോ ഇത് വിൽക്കുന്നില്ല,
അദ്ദേഹം ആ സ്വർണ്ണത്താമരയായിട്ട് ബുദ്ധൻ്റെ ആശ്രമത്തിൽ ചെന്നു. അദ്ദേഹം ബുദ്ധനെ വിളിച്ചു. ആ ബുദ്ധൻ ചോദിച്ചു, എന്താ കാര്യം? ഞാൻ അങ്ങേക്കൊരു ഉപഹാരം തരാൻ വേണ്ടി വന്നാണ്. ബുദ്ധൻ പറഞ്ഞു, ഞാൻ ഉപഹാരങ്ങൾ സ്വീകരിക്കാറില്ല. അതെന്തുകൊണ്ടാണ്? ഒന്നുമില്ല, ഞാനൊരു ഭിക്ഷുവാണ്. ഉപഹാരം സ്വീകരിക്കുന്നവൻ വേറെ ഘട്ടത്തിൽ തിരിച്ചുപഹാരം കൊടുക്കണം. എനിക്കതിന് പഴുതില്ല, വാങ്ങില്ല. എൻ്റെ അടുത്ത് ഒന്നുമില്ല, ഞാൻ ദരിദ്രനാണ്, നിശ്വനാണ്. അതുകൊണ്ട് ഇത് സ്വീകരിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. അപ്പം അതിങ്ങനെ നീട്ടിക്കൊണ്ട് കർഷകൻ പറഞ്ഞു, അങ്ങ് സ്വന്തം കൈ നീട്ടി ഇത് സ്വീകരിച്ചാൽ മാത്രം മതി, എനിക്ക് തിരിച്ചൊന്നും വേണ്ട. അപ്പോൾ എത്ര 1000 രൂപയെക്കാളും പൊന്നിനേക്കാളും വലുപ്പമുണ്ട് ബുദ്ധൻ കൈനീട്ടി ആ സമ്മാനം സ്വീകരിക്കുന്നത് എന്ന് ആ കർഷകൻ ആ സമയത്ത് വെളിവ് വരിക. അപ്പോൾ ധനത്തെക്കാൾ, പ്രസിദ്ധിയേക്കാൾ, അധികാരത്തെക്കാൾ മൂല്യവത്തായ ചില കാര്യങ്ങൾ ലോകത്തുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൻ്റെ വില മനസ്സിലാക്കുക. അല്ലെ എന്തിനാ അത് കൊള്ളുക? ചരിത്രം ഭരിക്കുന്ന ആളുകളൊന്നും ഇതിനൊന്നും പിന്നാലെ പോയ ആളുകളല്ല. ആരാണ് ബുദ്ധൻ? അദ്ദേഹം കപിലവസ്തുവിലെ മഹാരാജാവ് ശുദ്ധോധനന്റെ പുത്രനാണ്, സിദ്ധാർത്ഥനാണ്. യൗവനാരംഭത്തിൽ സുന്ദരിയായ ഭാര്യ യശോധരയെയും മകൻ രാഹുലിനെയും കൊട്ടാരത്തെയും ഒക്കെ ഉപേക്ഷിച്ച് മനുഷ്യദുഃഖത്തിന് അറുതി വരുത്താൻ വേണ്ടി, അത് കണ്ടെത്താൻ വേണ്ടി അന്വേഷിച്ചു പോയ പിന്നെ ഭിക്ഷുവായിട്ടാണ് ജീവിക്കുന്നത്. അന്ന് എത്ര രാജാക്കന്മാരുണ്ടായിരുന്നു, എത്ര ചക്രവർത്തിമാർ? 2500 കൊല്ലത്തിനിടയ്ക്ക് എത്ര 1000 പേര് ഇവിടെ ഭരിച്ചുപോയി. അവരൊക്കെ എവിടെ പോയി? ഇവിടെ നിന്ന് സംസാരിക്കുന്ന 2500 കൊല്ലം കഴിഞ്ഞ് ഇവിടെ നിന്ന് സംസാരിക്കുന്ന ഒരുത്തൻ ബുദ്ധന്റെ പേര് പറയുന്നു, ബുദ്ധന്റെ കഥകൾ പറയുന്നു. ഇനിയൊരു 2500 കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഈ ഒരു സഭ കൂടാൻ യോഗമുണ്ടെങ്കിൽ അന്ന് സംസാരിക്കുന്ന ഒരാളത് പറയും. ക്രിസ്തു ആകെ പറഞ്ഞത് സ്നേഹത്തെ പറ്റിയാണ്. എന്താണ് ക്രിസ്തുവിന് അറിയുന്നത്? എന്ത് പഠിച്ചു എന്നൊരു തെളിവുമില്ല. മഹാദരിദ്രനാണ്, ഒരു ആശാരി ചെറുക്കനാണ്. ആകെ 3.5 കൊല്ലാണ് പ്രബോധനം നടത്തിയത്. അതിനു മുമ്പത്തെ കഥകളൊക്കെ വ്യക്തമായിട്ടൊന്നും അറിഞ്ഞുകൂടാ. അവൻ സംസാരിച്ചപ്പോൾ ആളുകളൊക്കെ അമ്പരന്നു. അത് ചോദിക്കുകയാണ്, പരസ്പരം ചോദിക്കുകയാണ്, അവൻ അധികാരത്തോടെ സംസാരിക്കുന്നുവല്ലോ. ഒരു ക്രിസ്തു എന്താ അധികാരം? ക്രിസ്തുവിൻ്റെ അധികാരം. ക്രിസ്തുവിനോട് അവർ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങൾ എൻ്റെ രാജാവാക്കാൻ. ക്രിസ്തു പറഞ്ഞു, എനിക്ക് രാജാവാകണ്ട. കാരണം ക്രിസ്തു പറയുന്നത് പ്രവർത്തിച്ചു, പ്രവർത്തിക്കുന്നത് പറഞ്ഞു. വാക്കിൻ്റെ ആധികാരികത എന്ന് പറയുന്നതാണ്. മാർസ പറഞ്ഞതാ, നിങ്ങൾ ആ അർത്ഥം ഉൽപ്പാദിപ്പിച്ചു. സ്നേഹം നാം പറഞ്ഞു, ക്ഷമിക്കണം എന്ന് പറഞ്ഞു. തന്നെ കുരിശിൽ തറച്ചവനോടും ക്ഷമിച്ചു. കാരണം ജീവിതത്തിൻ്റെ തത്വം സ്നേഹമാണെന്ന്. അദ്ദേഹം ദൈവം പിതാവാണ് എന്ന് പറഞ്ഞത് എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന അർത്ഥത്തിലാണ്. ക്രിസ്തുവിനെതിരായിട്ട് വന്ന ഒരു കേസ്, ദൈവം സ്വന്തം പിതാവാണ് എന്ന് പറഞ്ഞ് ദൈവത്തെ നിന്ദിച്ചു എന്നാ. ദൈവനിന്ദ. ഇവിടെ ഇപ്പം പാട്ടുപാടിയതിന് ദൈവനിന്ദ ഉണ്ടോ എന്ന് ചർച്ചയാണ് ഇപ്പം നമ്മൾ. ഇന്ത്യയിൽ ഒരിക്കലും ദൈവത്തെ നിന്ദിക്കുന്നത് ഒരു പാപമാണ് എന്ന് ആരും വിചാരിച്ചിട്ടില്ല. അതൊരു കുറ്റമാണ് എന്നിടത്ത് ഒരു രാജാവും വിചാരിച്ചിട്ടില്ല. അങ്ങനെ ഒരു സംഗതി ഇല്ല ഇന്ത്യയിൽ. ഇന്ത്യയിൽ വേറെ 100 കൊള്ളരായ്മയുണ്ട്, അയിത്തമുണ്ട്, സതിയുണ്ട്, നരബലിയുണ്ട് പറയുന്നു. പക്ഷേ ഈ സംഗതി ഇല്ല. ഇത് ദൈവനിന്ദാ കുറ്റം, ബ്ലാസ്ഫമി എന്ന് പറയും. അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് 1929 ബ്ലാസ്ഫമിയിലോ അന്നത്തെ 295A എന്നൊരു സാധനം വരുന്നത്. അത് ദൈവത്തെ രക്ഷിക്കാനല്ല. എന്താണ്? പരസ്പരം കലഹം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ്. കമ്മ്യൂണൽ വയലൻസ്, സാമുദായികമായ ഹിംസ ഇല്ലാതിരിക്കാനാണ്. അപ്പോൾ ക്രിസ്തുവിനെ ബാക്കിയാക്കിയത് അദ്ദേഹത്തിൻ്റെ സ്നേഹമാണ്. അദ്ദേഹം പറഞ്ഞത് വേറൊന്നുമല്ല. ഉദാഹരണം പറയാം, ഒരു വേശ്യയെ എറിഞ്ഞു കൊല്ലണം എന്നാണ് അവിടുത്തെ അന്നത്തെ നിയമം. ക്രിസ്തു അവൾ വേശ്യയല്ല എന്നോ എറിഞ്ഞു കൊല്ലണ്ട എന്നോ അല്ല പറഞ്ഞത് വേറെ ചെറിയ കാര്യമാണ്. എന്താ അത്? നിങ്ങളിൽ പാപം ചെയ്യാത്തവർ അവളെ കല്ലെറിയട്ടെ. സക്കരയുടെ ഒരു കഥയിലുണ്ട്, ഇങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും കല്ലെറിഞ്ഞു, ക്രിസ്തു ഒഴിച്ച എല്ലാവരും. കാരണം അമ്മമാര് കപടന്മാരാ. പിന്നെ അന്നത്തെ ആൾക്കാർക്ക് ആ സത്യം ഉണ്ടായിരുന്നു. താൻ പാപം ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിച്ചവൻ അന്ന് കല്ല് താഴെയിട്ട് തിരിച്ചുപോയി. അപ്പോൾ ജീവിതത്തിൻ്റെ തത്വം അത് മതമാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും കലയാണെങ്കിലും ഒക്കെ, കലയിലൊക്കെ ഇത് തന്നെയാണ്.
നമുക്കിപ്പോൾ രാമായണത്തെ പറ്റി എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണത്. ഒരു വേടനോട് അരുത് മാ എന്ന് പറയാണ് വാൽമീകി. അങ്ങനെയാണ് ആ പുസ്തകം തുടങ്ങുന്നത്. വാൽമീകി രാമായണം ആരംഭിക്കുന്നത് കാട്ടാള അരുതേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പം ഇന്നിപ്പോൾ കാട്ടാളത്തം നമ്മുടെ വീട്ടിലും റോട്ടിലും നാട്ടിലും പെരുകിയത് എന്തുകൊണ്ടാണ്? ഈ അളവിൽ മലയാളി ലഹരി ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ കണക്കൊക്കെ അമ്പരപ്പിക്കുന്നതാണ്. മദ്യത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ, കഞ്ചാവിൻ്റെ, മദ്യത്തിൻ്റെ കണക്കാണ് നമ്മൾ കൈ കിട്ടുന്നത്. ഇത് പറയാൻ തന്നെ പേടിയാണ്. ആകെ കൊച്ചു കേരളം എന്നാ പറയുക. ഇവിടുത്തെ ആളുകൾ മഹാഭൂരിപക്ഷം കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും എന്ന് പറയും. ഇവിടെ 52% പെണ്ണുങ്ങളാണ്. പെണ്ണുങ്ങൾ സാമാന്യമായി മദ്യപിക്കുന്നില്ല. എന്നിട്ട് ബാക്കിയുള്ളവൻ കുടിച്ചതിൻ്റെ കണക്കാണ് ഇത്. ഇങ്ങനെ കുടിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? കുടിക്കേണ്ടി വരുന്നത് നിങ്ങൾക്ക് അയൽക്കാരനോട് ഒരു വർത്തമാനം പറയണമെങ്കിൽ ഒരു ലാർജ് ഇട്ടാലേ പറ്റുള്ളൂ എന്ന്. അല്ലെ മനസ്സ് തുറക്കാൻ പറ്റില്ല. സൗഹൃദം എവിടെ പോയി? നിങ്ങൾ മനസ്സ് തുറക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ തെറ്റുകുറ്റങ്ങളും പോരായ്മകളും പ്രതിഷേധവും പ്രതിരോധവും തുറന്നു പറയുന്ന സ്ഥിതി എവിടെ പോയി? അതിനൊക്കെ സ്നേഹം വേണം. നമ്മുടെ ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ടാണ് ഇപ്പോഴും ഗാന്ധിയെപ്പറ്റി ആൾക്കാർ സംസാരിക്കുന്നത്? കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തും അറബ് നാട്ടിലൊക്കെ ഗാന്ധിയെപ്പറ്റി സംസാരിക്കുന്നു. ഇസ്രായേലിൻ്റെ രൂപീകരണത്തെ എതിർത്ത ഗാന്ധിയുടെ പ്രതിമ അവർ വെക്കുന്നു. കാരണം അതേ രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഒന്ന് സത്യം, വേറൊന്ന് അഹിംസ. ഇതിന് രണ്ടിനും ആവശ്യമുള്ള സാധനം സ്നേഹമാണ്. ഇപ്പോൾ വളരെ വളരെ ജീവിതത്തിന് നേരെ പറഞ്ഞാൽ യാതൊരർത്ഥവും ജീവിതത്തിനില്ല. അതിന് യാതൊരു ലക്ഷ്യമില്ല. നിസ്സാരമാണത്, നശ്വരമാണത്, നിഷ്ഫലമാണത്. അതിനെന്തെങ്കിലും അർത്ഥം കൊടുക്കണമെങ്കിൽ സ്നേഹം വേണം. ഏതെങ്കിലും ഒരു ആദർശത്തിന് വേണ്ടി, ഒരു ആശയത്തിന് വേണ്ടി, ഒരു സമൂഹത്തിന് വേണ്ടി, ഒരു രാഷ്ട്രത്തിന് വേണ്ടി, ഒരു പാർട്ടിക്ക് വേണ്ടി, ഒരു സംഘത്തിന് വേണ്ടി, ഒരു കലാരൂപത്തിന് വേണ്ടി ഒക്കെ ജീവിക്കുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥം വരിക. അല്ലെങ്കിൽ നിരർത്ഥകമായിപ്പോകും. ആ അർത്ഥം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളൊരു നാടകക്കാരനാണ്, അല്ലെ കവിയാണ്, അല്ലെ ചിത്രകാരനാണ്. ആ കലാരൂപത്തോടുള്ള സ്നേഹം വരുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണ്ണമാണ്. അല്ലെങ്കിൽ കാശ് കിട്ടിയാൽ എല്ലാം ആവും എന്ന് വിചാരിക്കും. ആ ബുദ്ധൻ്റെ കാലത്തെ കർഷകൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ആ ധന്യത എന്ന് പറയുന്നത്. അതില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് ആത്മഹത്യ പെരുകുന്നത്? കേരളം ഇത്രയും സമ്പൽ സമൃദ്ധമായ കേരളം കേട്ടോ, കേരളം അതിൻ്റെ ഏറ്റവും സമൃദ്ധമായ കാലത്തിലൂടെ കടന്നു പോവുക. ഇത്രയും സമൃദ്ധി, ഇത്രയും സമ്പത്ത് കൊണ്ടുണ്ടായില്ലേ. ഇപ്പോൾ ആളുകൾ ആത്മഹത്യ എന്ന എണ്ണം കൂടുതലാണ്. ആത്മഹത്യയുടെ കണക്കിൽ ഇന്ത്യയിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ആത്മഹത്യയിൽ നിന്ന് ആളുകൾ പിന്തിരിപ്പിക്കുന്ന ഒരു കേന്ദ്രം മുഖ്യമന്ത്രി നായനാർ ഉദ്ഘാടനം ചെയ്ത് തിരുവനന്തപുരത്താണ്, ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്രം. അപ്പോൾ ജീവിതം നിരർത്ഥകമായി തീരുന്നത് അതിന് ലക്ഷ്യമില്ലാത്തപ്പോഴാണ്. ഇവിടെ ഇപ്പോൾ എന്തിനും ആത്മഹത്യ ചെയ്യും. ഞാൻ അമ്പരന്നു, പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ ടിക്കറ്റ് കിട്ടിയില്ല, അതിന് ചിലർ ആത്മഹത്യ ചെയ്തു, ടിക്കറ്റ് കിട്ടാത്ത. പിന്നെ ചിലർ തോറ്റതിന് ആത്മഹത്യ ചെയ്തു, ചിലർ പരിഗണിക്കുകയില്ല എന്ന് കേട്ടപ്പോൾ ആത്മഹത്യയിൽ ശ്രമിച്ച് പരാജയപ്പെട്ടു. പരീക്ഷയെ തോറ്റതിന് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. നിനക്ക് കണക്കിന് നീ മോശമാണ്, നാളെ 10ാം തരത്തിലെ പരീക്ഷ കണക്കാണ്, ചെന്നിരുന്ന് പഠിക്ക് എന്ന് അമ്മ പറഞ്ഞ് TV ഓഫാക്കിയതിന് മകള് തൂങ്ങി മരിക്കുന്നു. ഭർത്താവും ഭാര്യയും കൂടി ഒന്നിച്ചിരുന്ന് TV കാണുമ്പോൾ റിമോട്ട് കൺട്രോൾ ഭർത്താവിൻ്റെ കയ്യിലായതുകൊണ്ട് അദ്ദേഹം റിമോട്ട് കൺട്രോൾ ചാനൽ മാറ്റി, അതിന് ഭാര്യ പോയി തൂങ്ങി മരിച്ചു. ഇതൊക്കെ കേരളത്തിൽ ഉണ്ടായതാട്ടോ. ലയണൽ മെസ്സി വരുന്നില്ല എന്നുള്ളതിന് ആത്മഹത്യ ചെയ്യും, ഒരു പ്രശ്നമില്ല. ചെറിയ സങ്കടം വല്ലതും ആണ് ലയണൽ മെസ്സിയും കൂടെ വരുന്നില്ല എന്നുള്ളത്. അല്ല, ഞാൻ വെറുതെ പറയുന്നല്ല. ലോക ഫുട്ബോളിൽ ഇതിൻ്റെ തൻ്റെ പാർട്ടിക്കെതിരായി കളിക്കാനായിട്ടുള്ള പാർട്ടി ജയിച്ചു എന്ന് കേട്ടതിന് മാനന്തവാടിയിൽ പ്രശാന്ത് എന്ന് പേരായ ഒരു ചെറുപ്പക്കാരൻ പറയമാനുള്ളിൽ തൂങ്ങി മരിച്ചിട്ടുണ്ട്. അയാളുടെ ടീം പിന്നീട് സെമിയിൽ വരികയും ചെയ്തു. ഞാൻ ഈ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. എന്നോട് കൃഷ്ണമൂർത്തി പറഞ്ഞത്, ഇത് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യുന്നതാണ്. അപ്പോൾ എന്നാൽ പിന്നെ അത് കണ്ടിട്ട് കാര്യം എന്ന് വിചാരിച്ചാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. ജീവിതത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായ ഒരു വാക്കിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അത് ചരിത്രത്തിലുടനീളം കാലദേശ ഭേദമില്ലാതെ, ജാതിഭേദമില്ലാതെ, മതഭേദമില്ലാതെ, പാർട്ടിഭേദമില്ലാതെ സത്യമായി പുലരുന്ന ഒന്നാണ്. സ്നേഹമുണ്ടെങ്കിൽ ജീവിതം സാർത്ഥകമാണ്, നിസ്നേഹമായ ജീവിതം നിരർത്ഥകമാണ്. അത് നമുക്കും ഒരു ഘട്ടത്തിൽ മനസ്സിലാവും. കാരണം സ്വാർത്ഥം കൊണ്ട് ആരും സത്യമായിട്ട് ഒരു സന്തോഷം അനുഭവിച്ചിട്ടില്ല. സന്തോഷം അനുഭവിച്ചെങ്കിൽ അത് നിസ്വാർത്ഥം കൊണ്ടുണ്ടായതാണ് എന്ന് സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും.
അതുകൊണ്ട് ആ തരത്തിൽ ആലോചിക്കുവാനുള്ള ഒരു പ്രേരണ ഈ സംഭാഷണം നിങ്ങൾക്ക് തരുമാറാകട്ടെ എന്ന ആശംസയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പണിയെടുക്കാം.